കാർഡുകളുടെ മഴ പെയ്ത ദിവസം. അതെ, ഇന്നലെ എനിക്ക് തോന്നിയത്, മത്സരം കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തോന്നിയത്, ഇന്നലത്തെ മത്സരത്തിൽ പ്ലേയേഴ്സിൻ്റെ ഒരു ഇത് കണ്ട് ഒരു മത്സരം കണ്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഗോളടിക്കാനോ ഒന്നുമല്ല നോക്കുന്നത്, റെഡ് കാർഡുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിക്കൊണ്ട് റെക്കോർഡ് ഇടാൻ എങ്ങനെയാണെന്നാണ് പ്ലേയേഴ്സും അതുപോലെ തന്നെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അതിന് മാത്രം റെഡ് കാർഡ്, യെല്ലോ കാർഡും ഒക്കെയാണ് ഇന്നലെ വാങ്ങിക്കൂട്ടിയത് ഇരു ടീമുകളും. എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം വിശദമായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു, നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ISL-ഉം ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇട്ട് എടുക്കാം. ഇന്നലെ നടന്നത് മുംബൈ സിറ്റി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം. മുംബൈയിലായിരുന്നു മത്സരം നടന്നുകൊണ്ടിരുന്നത്. ആദ്യ പകുതിയിൽ തന്നെ മോഹൻ ബഗാൻ ഒരു അവസരം ലഭിക്കുന്നു, അത് ഗോളാക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ, ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മുംബൈ സിറ്റി തിരിച്ചടിച്ചുകൊണ്ട് സമനിലയിലാക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ മുംബൈ സിറ്റി ഒരു ഗോൾ കൂടി അടിച്ച് 2-1 പിന്നെ ഇനി നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ ഒരു കാർഡുകളുടെ മഴ പെയ്തൊരു ദിവസമാണ്. 10-ലേറെ കാർഡുകളാണ് ഇന്നലെ പൊന്തിയത്. 7ഓളം റെഡ് കാർഡുകളും 12ഓളം യെല്ലോ കാർഡുകളുമാണ് ഇന്നലെ പൊന്തിയതായിട്ട് നമുക്കറിയാൻ സാധിച്ചത്. 7ഓളം റെഡ് കാർഡുകൾ പൊന്തിയിട്ടുണ്ട്, 12ആണെന്ന് തോന്നുന്നു, 12-9 യെല്ലോ കാർഡുകളും പൊന്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാർഡ് മഴ തന്നെയായിരുന്നു. റഫറി അറഞ്ചം പുറഞ്ചെടുത്ത് കാർഡുകൾ പൊന്തിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് റെഡ് കാർഡുകൾ. അധികം പൊന്താത്തൊരു കാർഡാണ് റെഡ് കാർഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ISL എനിക്ക് തോന്നുന്നു തുടങ്ങിയത് മുതൽ ഇപ്പം വരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഡ് വാരി കൂട്ടിയ ഒരു മത്സരം തന്നെയായിരിക്കും ഇന്നലത്തേത്. അത്രത്തോളം കാർഡുകൾ ഇന്നലെ പൊന്തിച്ചിരുന്നു, റെഡ് കാർഡുകൾ പ്രത്യേകിച്ചും. അറഞ്ചം പുറഞ്ചായിരുന്നു മത്സരം. 90 മിനിറ്റ് അവസാനിക്കുന്നത് വരെ 4 റെഡ് കാർഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മത്സരം അവസാനിച്ചതിന് ശേഷം ഏതോ മുംബൈ സിറ്റിയുടെ മോഹൻ ബഗാൻ്റെ ഇരു താരങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീമുമായിട്ട് ചെറിയൊരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ അടിയിലേക്ക് കലാശിച്ചിരുന്നു. അതിനായിരുന്നു പിന്നീടുള്ള 3 റെഡ് കാർഡുകളും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഹൈലൈറ്റിൽ 2 റെഡ് കാർഡുകൾ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു റെഡ് കാർഡ് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല. എന്തായാലും 3 റെഡ് കാർഡുകൾ, 7 റെഡ് കാർഡുകൾ ഉണ്ട്. ഇന്നലത്തെ മത്സരം കണ്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടാകും. കാരണം ഗ്രേഗ് സ്റ്റുവർട്ട്, ആകാശ് മിശ്ര, പിന്നെ വിക്രം പ്രതാപ്, അങ്ങനെ മെയിൻ മുംബൈ സിറ്റി താരങ്ങൾക്കാണ് റെഡ് കാർഡുകൾ ലഭിച്ചത്. അടുത്ത മുംബൈ സിറ്റി ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടാകും. അടുത്തതെന്ന് പറയുന്നത്, ബാക്കിയുള്ള ആരാധകർക്ക് രോമാഞ്ചവും അതുപോലെ തന്നെ കോമഡി ആയിട്ടാണ് ഇന്നലത്തെ മത്സരം തോന്നിയിട്ടുണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് വളരെ കോമഡി, ചിരിച്ചിട്ട് ചത്തുപോയില്ല എന്നേ ഉള്ളൂ. അത്രയ്ക്കും ഒരു ഫുട്ബോളിൽ കോമഡി കൊണ്ടുവരാൻ റെഫറി ശ്രമിച്ചു. എനിക്ക് തോന്നുന്നത് റെഫറിക്കുള്ള എല്ലാ റെഫറിമാരെയും, ഇന്ത്യൻ റെഫറിമാരെയും ഇപ്പോൾ ആരാധകർ പരാമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെറുപ്പൊക്കെ കൂടി പ്ലേയേഴ്സിൻ്റെ നെഞ്ചത്തങ്ങ് തീർത്താണെന്ന് തോന്നുന്നു. ഇന്നെന്തായാലും ഹൈദരാബാദ് ജംഷഡ്പൂരിനെ നേരിടുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ISL-ഉം ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട നിർണായകമായ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.